പാലക്കാടൻ കോട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു കഴിഞ്ഞു എന്നേതാണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ UDF സ്ഥാനാർത്ഥി 12,801 വോട്ടുകൾക്ക് മുന്നിലാണ്. UR പ്രദീപ് ചേലക്കരയിൽ 15,000 കടന്നു. വിജയത്തേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലക്കാട് കോട്ട ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നു. മങ്കൂട്ടമല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് കന്നി മത്സരത്തിൽ കടുത്ത പോരാട്ടത്തെ അതിജീവിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയ ഒരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് പിടിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ആധികാരികമാണ്, സമഗ്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടത്തിലും ഭീഷണി ഉയർത്താൻ BJPക്കോ NDAക്കോ LDFിനോ കഴിഞ്ഞതേയില്ല. ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി എന്ന് നമ്മുടെ വാക്കുകളിലും വാർത്തകളിലും മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ പരവതാനിക്ക് മുകളിൽ ഒരു ചന്താരകം, പച്ചക്കമ്പളത്തിന് മുകളിൽ മുകളിൽ ക്ഷേത്രത്തിൽ കയറത്തില്ല. സുധീർ 3000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ 15,000 വോട്ടാണ്. 15,000-ന് 20,000 വോട്ടാണ് അവര് പറഞ്ഞത്. 15,000 ഭൂരിപക്ഷം കഴിഞ്ഞാൽ ഫാക്ടർ ഘടകമല്ല. എനിക്കൊന്ന് PV അൻവറിന്റെ ആഗ്രഹം ഈ പ്രദീപിനെ വെട്ടി തല ഇടണമെന്നായിരുന്നു. അങ്ങനെ ആയിരുന്നു. അത് രമ്യ ഹരിദാസൻ തന്നെ ആയിരുന്നു. അല്ലല്ല, അദ്ദേഹത്തിന് തട്ടിയിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രാധാന്യം പോയി. പൊളിറ്റിക്കൽ അപ്രസക്തമാവും തോന്നുന്നു. രാഷ്ട്രീയ അപ്രസക്തി നമ്മളിത് പറഞ്ഞാൽ നാളെ ചിലപ്പോ അങ്ങനെ ചീത്ത പറഞ്ഞു. അങ്ങനെയുണ്ട്. ചേലക്കര വീണ്ടും മാറിയിട്ടുണ്ട്. പാലക്കാട് കുറഞ്ഞു. 12,212 താണു. പാലക്കാട് 10,000 കടന്നു. പാലക്കാട് 10,000. ചേലക്കരയിൽ താന്നു. ചേലക്കരയിൽ 12,212 താണു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു. 13,310 ഉയർന്നു. ചേലക്കര കുറയുന്നു. ചെറിയൊരു കിതപ്പ്. അയ്യോ, അവസാന നിമിഷം എന്ത് സംഭവിക്കുന്നു? അവസാന മിനിറ്റുകളിൽ സംഭവിക്കുന്നത് എന്താണ് സ്കെയിൻ? അവസാന മിനിറ്റുകളിൽ ചേലക്കര പാലക്കാട് 13,310 എന്ന് പറയുന്നത് 13,310. ഷാഫി പറമ്പിൽ മെനിഞ്ഞാന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് 10,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷം കിട്ടും.